ഇസ്രയേൽ സമാധാന ധാരണയെ എതിർത്ത് ഹിസ്ബുള്ള ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കം മാത്രമാണ് സമാധാന ധാരണയെന്നും ഹിസ്ബുള്ള നേതാവ് നൈം ഖസീം സൈനിക നടപടിയിലൂടെ നേടാനാകാത്ത ലക്ഷ്യം രാഷ്ട്രീയ നീക്കത്തിലൂടെ ഇസ്രയേൽ നടപ്പിലാക്കുകയായിരുന്നു എന്നും ഹിസ്ബുള്ള നേതാവ് പറയുന്നുണ്ട്. ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. എന്തായാലും ഹിസ്ബുള്ളയുടെ പ്രതികരണം അത് എങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കാം ഐസൻ? തീർച്ചയായും ഹിസ്ബുള്ളയുടെ പ്രതികരണം ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സ്വഭാവമുള്ള സംഘടനകളെ, അത് ഹമാസ് ആകട്ടെ, ഹിസ്ബുള്ളയാകട്ടെ, യമനിലെ ഹൂതി ഭീകരരാകട്ടെ, അത്തരത്തിലുള്ള വിവിധങ്ങളായ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ ഇറാൻ പിന്തുണച്ചിരുന്നു. ഇറാൻ പിന്തുണയോടെ ലബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ കൃത്യമായ നിരായുധീകരണവും അതിശക്തമായ നടപടികളും ഹിസ്ബുള്ളയ്ക്കെതിരെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിസ്ബുള്ള നേതാവ് നൈം ഖാസിമിന്റെ ഇത്തരത്തിലൊരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ഹമാസ് സമാധാന ധാരണ തീർച്ചയായും ഹിസ്ബുള്ളയുടെ നയങ്ങളെ, അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി യുദ്ധങ്ങളുടെ നയങ്ങളെ കൃത്യമായും പ്രതികൂലമായി ബാധിക്കുമെന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിലപാട് നൈം ഖാസിം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഗാസ പിടിച്ചടക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്ന ഒരു വിശദീകരണമാണ് നൈം ഖാസിമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഗാസ പിടിച്ചടക്കാനുള്ള അമേരിക്കയുടെയും അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളുടെയും നീക്കങ്ങളുടെ ഭാഗം മാത്രമാണ്. യഥാർത്ഥ സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങളോ പരിഹരിക്കാനല്ല നീക്കമെന്ന ഒരു പ്രകോപനപരമായ ഒരു നിലപാടാണ് ഹിസ്ബുള്ള നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയ്ക്കെതിരെ കടുത്ത നടപടികൾ പുരോഗമിക്കുകയും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിന് $230 ദശലക്ഷം സഹായം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തത്. ലെബനനിലെ സൈനിക സംവിധാനങ്ങൾക്കും അന്താരാഷ്ട്ര സൈനിക സംവിധാനങ്ങൾക്കും ഇതെല്ലാം തന്നെ ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി.